എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻറ്റ് 2 എന്ന നമ്മുടെ എപ്പിസോഡ് 78. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ബേബി ഷൗയായിട്ടുള്ള മാച്ചാണ്. ആദ്യം തന്നെ ഷൗയ എന്ന ലൈൻ അവൾ ഉപയോഗിക്കുന്ന സ്കില്ല് അത് യുഹാവ് ആദ്യമായിട്ട് അവരെ കണ്ടപ്പോൾ അറ്റാക്ക് ചെയ്ത ആ സ്നേക്കിൻ്റെയാണ് എന്നതും പറയുന്നുണ്ട്. അത് ഉപയോഗിച്ച് നെറ്റ് പോലെ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബേബിക്ക് അവൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീക്ക് പോയിന്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ രീതിയിലാണ് മാറുന്നത്. അവളെ അറ്റാക്ക് ചെയ്താൽ മാക്സിമം ഡിഫെൻഡ് ചെയ്താണ് പോകുന്നത്. എയറിലാണെങ്കിൽ ഡയറക്ഷൻ മാറ്റാൻ കഴിയില്ല എന്ന് അവന് തന്നെ അറിയാം. അങ്ങനെയാണ് തടയുന്നത്. ബേബിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് അവർ മനസ്സിലായി. അവൾ ഉപയോഗിക്കുന്ന കേജ് അതെല്ലാം സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അവർ തമ്മിലുള്ള റിലേഷൻ എത്രമാത്രം ഡീപ്പായിരുന്നെന്ന് അവൾക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പിന്നെയും നോക്കി ട്രാപ്പ് ആകുന്നത് പോലെ. എന്നാൽ അതെല്ലാം ബേബി ഇല്ലാതാക്കി ഡ്രാഗനെ പോലുള്ളത് അവൾക്ക് നേരെ വിട്ടു. ഷവിയ അപ്പോൾ മാർഷൽ സോൾ ഫോം അതെടുക്കണം. ആദ്യമായിട്ടാണ് ഈ സീരീസിൽ അത് കാണിക്കുന്നത്. ബ്ലൂ സിൽവർ പ്ലാന്റിന്റെ ആണ് അത് തടഞ്ഞു. വേറൊരു സ്കിൽ യൂസ് ചെയ്ത് അവിടെ മുഴുവൻ പോയിസൺ സ്മോക്ക് പോലെ ആക്കി. അതുപോലെ പ്ലാന്റ് വെച്ച് അതിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അത് അവന് പരിക്ക് പറ്റാനും തുടങ്ങി. എങ്കിലും മാറി മാറി പോയി അത് ഇല്ലാതാക്കാൻ നോക്കി. എന്നിട്ട് ഷവിക്ക് നേരെ വരുമ്പോഴാണ് അവള് ഇലൂഷൻ പോലെ എന്തോ ചെയ്യുന്നത്. എന്നാൽ അത് അവന് അറിയാൻ കൂടി അവൾക്കൊന്നും ചെയ്യാൻ ഒന്നും പറ്റാത്ത രീതിയിലാണ് വന്ന് തടയുന്നത്. നിന്റെ ചിരി അത് എന്തോ നിലനിർത്താൻ മാത്രമേ എന്നെ നോക്കിയിട്ടുള്ളൂ. അതിൽ നിന്ന് മാറി അവൾ പ്ലാന്റ് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി. അത് പിറകിലായിട്ട് വന്നു അവൾ തന്നെ അവൻ തടഞ്ഞു. എന്നിട്ട് അവളുടെ പിറകിലായിട്ട് ഡ്രാഗണ്. അതുകൊണ്ട് തന്നെ അവൾ മതേക്ക് അവൾ നോർമൽ രീതിയിലായി എന്ന് കരുതി അപ്പോഴാണ് അവൾ സ്പിയർ യൂസ് ചെയ്ത് കുത്തിയിറക്കി. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോയി, ബേബി പോലും. കാരണം അവൾ അത്രയധികം അവനവളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. മാച്ച് കഴിഞ്ഞു. എന്ന പെണ്ണ് ഷെയ്ലിയാകട്ടെ മോയനോട് നീ നമ്മുടെ ഒരുപാട് പ്രാൺ തകർത്തു, നിന്റെ ഒരവകാശം ജീവനോടെ നിർത്തില്ല. ബേബി അവളുടെ അടുത്തേക്ക് പിന്നെ വരികയാണ്. അത് കുത്തി ഇറക്കിക്കൊണ്ടാക്കി കൂടി അവൾ ആ ഈവിൾ പവറിനുള്ളിലെ ട്രാപ്പായി കിടക്കുന്നത് പോലെയാണ്. അവളുടെ ആ സമയത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ ആദ്യമായിട്ട് കണ്ടത്, പിന്നീട് അവർ നടത്തിയ ജേണി. എന്നാൽ അതൊന്നും അവൾക്ക് ഓർമ്മയില്ല. അവളുടെ പാസ്റ്റിലെ പ്ലാന്റ് വെച്ചുണ്ടാകുന്ന വെബ് അത് ലൈറ്റിനെ കൂടി ചേർത്താ പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലാവും. അതിന് അവളിട്ട പേര് ലവ് നെറ്റ്. ഇതെല്ലാം ഹാപ്പി ആയിരുന്ന മൊമെന്റ് ആയിരുന്നു. അവളുടെ ആഗ്രഹമായ ടാങ്ക് സെറ്റ് അത് റീബിൽഡ് ചെയ്തെടുത്തു. അവളുടെ സീറ്റ് ഒഴിച്ച് അത് വെച്ചേക്കുവാണ്. അവൾ വരുന്ന ദിവസത്തിനായിട്ട് അവൾ ടാങ്ക് സെറ്റ് തന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ പിടിച്ചു വെച്ചേക്കുന്ന പ്ലാന്റ് അതിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. ആ സ്പിയർ അവൾ മാറ്റുവാണ്. ഞാൻ ഇതിനായിട്ടാണ് കാത്തിരുന്നത്. ഇത് വാങ്ങിക്കുവാറ് കണ്ടിട്ട് ഇതാണല്ലോ ലവ്. ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് വരെ ചെയ്യുന്നു. ഷൂയി വന്നിട്ട് ബേബിക്ക് വല്ലതും പറ്റുന്നതിന് മുൻപ് റെഡി ആകണമെന്ന് പറയുന്നുണ്ട്. അവർ ഓക്കെ. ബേബി ഇപ്പോൾ അവരെല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. അവൾ ബേബി എന്ന് മാത്രം പറയുന്നുണ്ട്. അത് കേട്ട് ഹാപ്പിയോടെ താഴേക്കും വീഴുന്നുണ്ട്. അപ്പോഴേക്കും ടീം വന്ന് പിടിച്ച് അവനെ ഹീൽ ചെയ്തു. മാച്ച് ഓവറായില്ല എന്ന് പറയുമ്പോൾ യുഹാവ് ബേബി ഗീവ് അപ്പ് ചെയ്തത് പറയണം. കായിട്ട് കൊടുത്ത ലോലിപോപ്പ് അത് ലൈഫ് റീസ്റ്റോറിങ് ലോലിപോപ്പാണ്. അത് അവന്റെ ഇഞ്ചറി ഒരുവിധം എല്ലാം മാറ്റും. ഷവിയനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അവൾക്ക് പിന്നെ കൺട്രോൾ വിട്ടുപോയി അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. യൂസാൻസ് ഒന്ന് തടഞ്ഞു. ഷൂയി വരുമ്പോൾ പെങ്ങിടക്കേറി നമ്മുടെ ആൾക്കാരെ നോക്കിക്കോളാം. ചെങ്ങ് വന്നെന്ന ഒരു ലുക്ക് അയാളൊക്കെ സ്ട്രോങ് ആണെന്ന് മനസ്സിലായി. ഇടക്കേറി അറ്റാക്ക് ചെയ്ത് അവൾ 4ാമത്തെ റൗണ്ട് ഗീവ് അപ്പ് ചെയ്തു എന്ന് പറയുവാണ്. പിന്നെ ഷവിയനെ കൊണ്ടുപോയി. യുഹാവ അപ്പോൾ അവർക്ക് 3 പോയിന്റ് കിട്ടി. ഇനി ടീം ബാറ്റിൽ തന്നെ ആയിട്ട് വിളിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഹോളി സ്പിരിറ്റ് ജയിച്ചു. ഇനി ടീം ബാറ്റിലാണ് 30 മിനിറ്റ് ടൈം കൊടുത്തു. പിന്നെ ബേബിനെ കൊണ്ടിരുത്തി. അവൾ ഉപയോഗിച്ച ഈവിൾ പവർ ആ സ്പിയർ ചേർത്ത് ഉപയോഗിച്ചില്ല. അല്ലെങ്കിൽ അവന്റെ ജീവൻ തന്നെ ആവത്തായിരുന്നു. അവളുടെ ഈവിൾ പവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അവൾക്ക് ഡാർക്ക് ബ്ലൂ സിൽവർ പ്ലാന്റിൽ നിന്ന് അവേക്കണിങ് ആയപ്പോൾ കിട്ടിയതാണ്. മൂവൻ ഇവന്റെ ബ്ലൂ ലൈറ്റിനെ ഡ്രാഗൺ അവേക്കണിങ് ചെയ്ത് ഹോളി ലൈറ്റ് ഡ്രാഗണാക്കി മാറ്റി. അത് ഈവിൾസിനെ തടയാൻ കഴിയും. ഒരുപാട് സ്ഥലത്ത് പോയി ഈവിൾസിനെ മൂവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈവിൾ സോൾ മാസ്റ്റേഴ്സിന് ബേബി അടുത്ത ഡ്രാഗൺ ഗോഡ് മാസ്റ്റർ ആകും എന്ന പേടി അവർക്കുണ്ട്. ഷവിയ മുഴുവനായിട്ട് മറന്നു നിന്നതിന് ബേബി അവളെ കുറച്ച് ഓർമ്മ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. എങ്കിലും അഥവാ ഇല്ലായിരുന്നെങ്കിൽ ബേബി മുമ്പ് മരിക്കുമായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയുമ്പോൾ ഇത് സൺമൂൺ എംപയറാണ്. അവരുടെ പിറകിൽ എത്ര ഹോളി സ്പിരിറ്റിൽ ആൾക്കാരുണ്ടെന്ന് അറിയില്ല. നമുക്ക് നല്ലൊരു ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്യണം. യൂസാൻഷിനാനിയുടെ എടുത്ത് ചാടേണ്ട ഗ്രൂപ്പ് ബാറ്റിൽ കെയർഫുൾ ആകാൻ പറയുന്നുണ്ട്. അവരെ ഒരു നാൾ ഒന്നടക്കം ഇല്ലാതാക്കണം എന്ന് യുഹാവ മനസ്സിൽ. അതിനുശേഷം സെമി ഫൈനൽ ഗ്രൂപ്പ് മാച്ചിനായിട്ട് വിളിക്കുന്നുണ്ട്. പെങ് യാൻ ഫെങ് എന്ന ഒരുത്തനോട് നീയാണ് യങ്ങാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ടാലൻ്റ് ഉള്ള ഒരുത്തൻ. നിന്നെ ഇത്രയും നാളെ മറച്ച് ചെയ്യും. ഇനി നിന്റെ ടൈമാണ്. അവർ വരുന്നുണ്ട്. അവർ 4 പേരേ ഉള്ളൂ. ചോയി അവരെ 7 പേര് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നാൽ 4 പേര് മാത്രമേ ഇനി മത്സരിക്കുന്നുള്ളൂ. ലുഗങ്, ടാങ്ഡായി, യാൻഫെങ് പിന്നെ ഗൂയു. ഇവരുടെ പേരൊന്നും ഓർത്ത് വയ്ക്കണ്ട. യാൻഫെങ്ങിനെ മാത്രം ഓർത്ത് വെച്ചേക്കേ. ഇവർ ആരും മുൻപ് മത്സരിച്ചിട്ടില്ല. ഇത്ര സ്ട്രോങ് ആയവർ തന്നെ അതൊന്നും അറിയക്കൂടിയില്ല. ടാങ്ക് സെറ്റ് ഒരു ഈവിൾസിനെയും വെച്ച് ഉറവിക്കില്ല എന്ന് പറഞ്ഞാണ് വന്നിരുന്നത്. അവർ 4 പേരെ ഉള്ളുവെങ്കിലും ഡിഫൻസ്, കൺട്രോൾ, അറ്റാക്ക്, ഹീലിംഗ് എല്ലാം കൂടി ചേർന്നതാണ്. അവരുടെ സോൾ പവർ ഫീൽ ചെയ്യുന്നത് വെച്ച് 4 പേര് മതി 6 പേര് തടയാൻ എന്ന് അവരെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അവരെത്രമാത്രം സ്ട്രോങ് ആണെന്ന് അവർക്ക് അറിയില്ല. മാച്ച് തുടങ്ങി അവർ മാർഷൽ സോൾ എടുക്കുന്നു. ഒരുത്തൻ്റെ അബോമിനേഷൻ എന്ന അൺഡെഡ് മോൺസ്റ്ററാണ്.
വേനം പോലെയുണ്ട്. അത് പോയിസൺ കൂടിയുണ്ട്. കൺട്രോളിനോടൊപ്പം അറ്റാക്കിംഗ് ഉണ്ട്. വേറൊരുത്തൻ സ്കിൽ ടാങ്കിങ് ആണ്. ഡിഫൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. മൂന്നാമത്തെ ആൾ സപ്പോർട്ടിങ്. എന്നാൽ അവർക്ക് 3 പേർക്ക് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. സ്ട്രോങ് ആക്കി. അവസാനം യാൻഫങ് അവൻ്റെ മാർഷൽ സോളിൻ്റെ അടുത്താണ് എല്ലാവരും ഷോക്കായത്. കാരണം അവൻ്റെ ഡ്രാഗൺ ബോണാണ്. ഏൻഷ്യൻ്റ് ഡ്രാഗൺ ബോണ്. ഇത് മുൻപുണ്ടായിരുന്നത് ക്യുബാവാമ്പർ പഗോഡയിലെ അങ്കിൾ ബോണിനായിരുന്നു. അങ്കിൾ സോഡ് ബോണ് സാക്രിഫൈസ് ചെയ്തത്. കഴിഞ്ഞ സീരീസിൽ കണ്ടതാണ്. അവരുടെ തലമുറയിലുള്ളതാണ് ഇവൻ എന്ന്. അവനൊരു ഈബിൾ സോൾ മാസ്റ്റർ ആയിട്ട് മാറി. ചോട്ടിയ മനസ്സിൽ എന്തിനെങ്കിലും ഹോളി സ്പിരിറ്റ് ജയിക്കാൻ പാടില്ല. എങ്കിൽ അവരുടെ കയ്യിൽ എന്തൊക്കെയാ പ്ലാനുണ്ട്. അവിടെ ചുറ്റും കൂടിയിരുന്ന എല്ലാവർക്കും ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ കണ്ട് എന്തോ ഒരു പോലെ വിവക്തത. അതെന്താണ് എന്തോ ഇഷ്ടമല്ലായ്മ അങ്ങനെ പറയാം. അവൻ്റെ സോൾഡറിങ് എടുത്താൽ അത് 7ആണ്. അതായത് അവനൊരു സോൾ സെയിൻറ്റ് ലെവലാണ്. അവൻ്റെ കൾട്ടിവേഷൻ ഈവിൾ ടൈപ്പ് കൂടിയാണ്. സ്ട്രോങ് തന്നെയാണ് എന്ന്. ഷവിയൻ്റെ കൺട്രോൾ കൂടിയാകുമ്പോൾ മോസ്റ്റ് ടെറിഫിക് ടീം തന്നെയാകും. അങ്ങനെ അവർ റെഡിയായപ്പോൾ യുഹാവ സോൾ ഡിറ്റക്ഷൻ യൂസ് ചെയ്തു. പിന്നെ കായിട്ടോ അവൻ്റെ സോൾ ടൂൾ എടുക്കണം. അവൻ എടുത്തത് ഒരുപാടെണ്ണം ഉണ്ട്. അവൻ മാത്രമാണ് സോൾ ഗൈഡി മാസ്റ്ററായിട്ട് ഇപ്പോൾ ഉള്ളത്. ചെങ്ങ് പോലും നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ കായിട്ടോ അത് യൂസാൻഷി നേരെ വെച്ചു. വന്ന അവർ കണ്ട എല്ലാവരും ഷോക്ക്. ഇപ്പോൾ എന്താണ് സംഭവം എന്ന്. ഇത് അവരുടെ പ്ലാൻ തന്നെയായിരുന്നു. അവരുടെ വീക്കാവരെ ഫസ്റ്റ് പുറത്താക്കണം. എന്താടാ ഒറ്റയ്ക്ക് നീ എന്ന് പറഞ്ഞ് യൂസാൻഷി സ്വൈപ്പ് യൂസ് ചെയ്ത് കൊണ്ടുവരുത്. അവൾ തന്നെ ഞാൻ ഗ്രാവിറ്റി സ്കിൽ യൂസ് ചെയ്ത് അവന് മാറാൻ പറ്റാത്ത രീതിയിലായി. ഇതുകൊണ്ട് ഈ മൂവ് കണ്ട് ഞെട്ടിപ്പോയി. ഇങ്ങനെ ആരും ഒന്നും കരുതിയില്ല. പിന്നെ ശവശോപ്പും കൈട്ടും കൂടി അറ്റാക്ക് ചെയ്തു. എന്നാൽ അപ്പോഴുണ്ട് അവൻ്റെ ബോഡി ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്കില്ലായിരുന്നു. പ്ലാൻ ഫ്ലോപ്പായി എന്ന് കരുതുമ്പോഴാണ് ഫിസിക്കലല്ലേ പറ്റാതെ ഉള്ളൂ എന്ന് പറഞ്ഞ് യുഹാവാൻ്റെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് മെൻ്റൽ അറ്റാക്ക് കൊടുത്തു. ഇതുകൊണ്ട് അവനെ രക്ഷിക്കാനായിട്ട് യൂസാൻഷിനെ കൊല്ലാനായിട്ട് പറയുകയാണ് യാൻഫങ്. അതിന് പോകുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ എന്നെ കൊല്ലാനോ എന്ന് പറഞ്ഞ് അവനവൻ്റെ മാർഷൽ സോള് ആ സ്കില്ല് യൂസ് ചെയ്യുന്നു. ഡാർക്ക് വാട്ടർ അത് വെച്ച് ലോക്കാക്കി. ഈ സമയം വാങ് ടോങ്ങിന് നേരെ യുഹാവ അവനെ എറിഞ്ഞ് അവളുടെ ലൈറ്റ് ആട്രിബ്യൂട്ട്സ് പവർ യൂസ് ചെയ്ത് അവൻ്റെ ഈവിൾ സോളിനെ അറ്റാക്ക് ചെയ്തു. അതോടെ അവൻ സൈഡായി. അതിൻ്റെ പേരാണ് ലൈറ്റ് ബ്രേക്കിംഗ് ഡീമൺ. ഡാർക്കിനെ തടയാൻ ലൈറ്റ് മതിയല്ലോ. അപ്പോഴേ യൂസാൻഷി കാരണമാണല്ലോ. പിന്നെ ആനെ കൊല്ലാനായിട്ട് രണ്ടുപേരും കൂടി വരുന്നു. ഈ സമയം യുഹാവ വാങ് ടോങ് കൂടി ചേർന്ന് മാർഷൽ സോള് ഫ്യൂച്ചർ സ്കില്ലുണ്ടാക്കുകയാണ്. യൂസാൻഷി സ്വൈപ്പ് യൂസ് ചെയ്ത് പൊസിഷന് മാറി. അവന് നല്ല പരിക്കം പറ്റി. എല്ലാവരും എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കി ഇരിക്കുകയാണ്. അവൻ്റെ സ്പിരിച്വൽ അയ്യും അവളുടെ ഹാമറും കൂടി ചേർത്ത സ്പിരിച്വൽ സ്റ്റോം എന്ന പവർഫുൾ ആയ ഒന്ന് അതവരെ 3 പേരെ കൺട്രോളിലാക്കി. അത്ര പവർഫുൾ ആയ അറ്റാക്ക് അവർക്ക് തടയാൻ കഴിയുമോ? അതോ ഇതും വിചാരിച്ച പോലെ ഫ്ലോപ്പ് ആവുമെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.